ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സിസ്റ്റംസ് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൾട്ടി പ്രഷർ സിസ്റ്റത്തിലേക്ക് മാറുന്നത്. അതായത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ മോഡിഫിക്കേഷൻസ് ആണ് മൾട്ടി പ്രഷർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി പ്രഷർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 മെത്തേഡ്സ് ആണ് നമ്മൾ ഓൾറെഡി ഇവിടെ പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ പ്രഷർ, നമുക്കറിയാം എൻ്റെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് 2 പ്രഷർ ലിമിറ്റിലാണ്. ഒന്നെന്ന് പറയുന്നത് ഇവാപ്പറേറ്റർ പ്രഷറിലും, രണ്ടാമതെന്ന് പറയുന്നത് കണ്ടൻസേഷൻ നടക്കുന്ന പ്രഷറും. ഈ 2 പ്രഷർ ലിമിറ്റ്സിനകത്താണ് ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം റൺ ചെയ്യുന്നത്. അപ്പം ഈ ഇവാപ്പറേറ്റർ പ്രഷറിൽ നിന്ന് ഒറ്റ സ്റ്റേജിൽ നമ്മൾ കണ്ടൻസർ പ്രഷറിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിംഗിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി പറയുന്ന വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ്. മൾട്ടിപ്പിൾ സ്റ്റേജസ് വഴിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രഷറിലേക്ക് എത്തിക്കുന്നതെങ്കിൽ നമുക്കത് മൾട്ടി പ്രഷർ സിസ്റ്റംസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 2 രീതിയിൽ, മെയിനായിട്ട് പറയുന്നത് 2 രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് വി ക്യാൻ ഗോ ഫോർ മൾട്ടിപ്പിൾ കംപ്രഷൻ സിസ്റ്റംസ്, ഒന്നിൽ കൂടുതൽ കംപ്രസേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രഷർ കൊണ്ടുവരാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഇവാപ്പറേറ്റേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രഷർ ലിമിറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം പറയുന്നത് കാസ്കേഡ് സിസ്റ്റമാണ്. ഇപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് മൾട്ടി പ്രഷർ സിസ്റ്റംസ് ആണ്. അപ്പോൾ മൾട്ടി പ്രഷർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നിൽ കൂടുതൽ കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് നമ്മൾ മൾട്ടി സ്റ്റേജ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കംപ്രസർ 2 യൂസ് ചെയ്യുന്നു, മിനിമം 2 യൂസ് ചെയ്യുന്നു. കോമ്പൗണ്ട് കംപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 2 കൂടുതൽ കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്നു. അതാണ് കോമ്പൗണ്ട് കംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടി സ്റ്റേജ് വേപ്പർ കംപ്രഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ചോദ്യമായിട്ട് വരാം. അതൊരു 4 മാർക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ഈവൻ ഇതിനകത്ത് ഓരോന്നും എടുത്തിട്ടും എസ്സേ ആയിട്ടും ചോദിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഡയഗ്രാം, അതിന്റെ പേജ് ഡയഗ്രാം ഇതെല്ലാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് 6 ഇവിടെ ജനറലി പറയുന്നത്. നമുക്ക് പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയുന്നത് 2 സ്റ്റേജ് കംപ്രഷൻ വിത്ത് ഇന്റർകൂളിംഗ് ആൻഡ് സബ് കൂളിംഗ് ബൈ എക്സ്റ്റേണൽ കൂളിംഗ് സോഴ്സ്. ആദ്യത്തെ സാധനം ഇതാണ്, 2 സ്റ്റേജ് കംപ്രഷൻ, 2 സ്റ്റേജ് കംപ്രഷൻ, 2 സ്റ്റേജ് കംപ്രഷൻ ദെൻ വിത്ത് ഇന്റർകൂളിംഗ്. നമുക്കറിയാം ഇന്റർകൂളിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഇൻപുട്ട് കുറയ്ക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ തെർമൽ സയൻസിനകത്ത് അതിന്റെ ഫാക്ടേഴ്സും ഡീറ്റെയിൽസും എല്ലാം പഠിക്കുന്നുണ്ട്. ഓക്കെ, അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സബ് കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബൈ യൂസിങ് ആൻ എക്സ്റ്റേണൽ കൂളിംഗ് സോഴ്സ്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് മൾട്ടിപ്പിൾ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത് കോമ്പൗണ്ട് കംപ്രഷൻ. അപ്പം 2 കൂടുതൽ കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്നു. കോമ്പൗണ്ട് കംപ്രഷൻ വിത്ത് വാട്ടർ ഇന്റർകൂളർ ആൻഡ് സിംഗിൾ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റർകൂളർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വാട്ടർ ഇന്റർകൂളർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് അവിടെ യൂസ് ചെയ്യുന്നത് ഒറ്റ എക്സ്പാൻഷൻ വാൽവ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് എടുത്ത് പഠിക്കും. ദെൻ കോമ്പൗണ്ട് കംപ്രഷൻ വിത്ത് ഫ്ലാഷ് ഇന്റർകൂളിംഗ് വിത്ത് സിംഗിൾ എക്സ്പാൻഷൻ വാൽവ് along the flow line to the evaporate. ഇതാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ ഇന്റർകൂളിംഗ്, മൂന്നാമത്തേതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലാഷ് ഇന്റർകൂളിംഗ് ആണ്. ഫ്ലാഷ് എന്താണെന്നും ഫ്ലാഷ് മെത്തേഡും എന്താണെന്നും നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ, മോഡ്യൂൾ 3യുടെ ഫസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ നാലാമത്തെ എന്ന് പറയുന്നത് യൂസിങ് എ സിംഗിൾ ഇവാപ്പറേറ്റർ വിത്ത് മൾട്ടി എക്സ്പാൻഷൻ വാൽവ്സ് ആൻഡ് ഫ്ലാഷ് ചേമ്പർ. അപ്പോൾ നമ്മൾ നാലാമത്തെ എന്ന് പറയുന്നത് എന്താണ്, മൾട്ടിപ്പിൾ ആയിട്ട് എക്സ്പാൻഷൻ വാൽവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അഡീഷണൽ ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലാഷ് ചേമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് കംപ്രഷൻ വിത്ത് മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ വാൽവ് ഇൻ സീരീസ് വിത്ത് ഫ്ലാഷ് ചേമ്പേഴ്സ് ബട്ട് നോ ഇന്റർകൂളിംഗ് ആണ്. സോ ഇന്റർകൂളിംഗ് പ്രൊവൈഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടി എക്സ്പാൻഷൻ വാൽവ്സ് യൂസ് ചെയ്യുന്നത് ബൈ യൂസിങ് കോമ്പൗണ്ട് കംപ്രഷൻ മെത്തേഡിനകത്ത്. ഒന്നിൽ കൂടുതൽ കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്നുള്ള മെത്തേഡിനകത്ത് തന്നെ ഇന്റർകൂളിംഗ് പ്രൊവൈഡ് ചെയ്യാതെ ഒന്നിൽ കൂടുതൽ എക്സ്പാൻഷൻ വാൽവ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ആണ്. ഇതൊക്കെ ഓരോ സ്റ്റഡീസ് ആണ്. ആ സ്റ്റഡിയുടെ ബേസ് ചെയ്ത് കണ്ടുപിടിച്ച ഫാക്ടേഴ്സ് അവർ റിസൾട്ട് ആക്കി എടുത്ത് അത് നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനകത്ത് കൊണ്ടുവരുന്നു ഫോർ ഗെറ്റിംഗ് ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ കംപ്രഷൻ സിസ്റ്റം. ആറാമത്തെ എന്ന് പറയുന്നത് കോമ്പൗണ്ട് കംപ്രഷൻ വിത്ത് മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ വാൽവ് ആൻഡ് ഫ്ലാഷ് ഇന്റർകൂളിംഗ്. ഇപ്പൊ ഇത്രയും ടൈപ്പാണ് നമുക്ക് എവിടെ ഉള്ളത്, മൾട്ടിപ്പിൾ സ്റ്റേജ് കംപ്രസേഴ്സിനകത്ത് വരുന്നത്. മൾട്ടി പ്രഷർ സിസ്റ്റം വിത്ത് കംപ്രസേഴ്സ്. ക്ലിയർ ആണല്ലോ ജോയൽ? ഇസ് ഇറ്റ് ക്ലിയർ? എത്രയും പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ആദ്യത്തെ സാധനം ഇതാണ്, 2 സ്റ്റേജ് കംപ്രഷൻ വിത്ത് ഇന്റർകൂളിംഗ് ആൻഡ് സബ് കൂളിംഗ് ബൈ എക്സ്റ്റേണൽ കൂളിംഗ് സോഴ്സ്. അപ്പം നിങ്ങളുടെ അടുത്ത്
ഒന്നെങ്കിൽ വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേപ്പർ കംപ്രഷൻ സിസ്റ്റംസ്, മൾട്ടിപ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റംസ് എന്നും പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ എന്നും പറഞ്ഞ് ചോദിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി, മാർക്കിന്റെ ബേസ് ചെയ്ത്. അതല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ഏതെങ്കിലും ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്ലാന്റ് ലേഔട്ടും അതിന്റെ പേജ് ഡയഗ്രാം വരച്ച് വേണം നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് 2 സ്റ്റേജ് കംപ്രഷൻ വിത്ത് ഇന്റർകൂളിംഗ് ആൻഡ് സബ് കൂളിംഗ് ബൈ എക്സ്റ്റേണൽ കൂളിംഗ് സോഴ്സ് ആണ്. അപ്പം നമ്മൾ ആദ്യം ആലോചിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്താണ്. സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കംപ്രസറും ഒരു കംപ്രസറെ കാണത്തുള്ളൂ നമുക്ക്. ദെൻ വി ഹാവ് ദ കണ്ടൻസർ. അപ്പൊ എന്താണ്, കംപ്രസറിൽ നിന്ന് നേരെ പ്രഷറൈസ് ചെയ്ത് കണ്ടൻസറിൽ എത്തിക്കുന്നു. കണ്ടൻസറിൽ നേരെ എവിടെ കൊണ്ടുവരുന്നു, എക്സ്പാൻഷൻ വാൽവിലേക്ക് എത്തിക്കുന്നു. എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാപ്പറേറ്ററിൽ എത്തിക്കുന്നു. ഇതാണ് നമ്മളുടെ മെയിൻ കണ്ടൻസുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സിസ്റ്റത്തിനകത്ത് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഇത്രയുമാണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അഡീഷണൽ സാധനങ്ങൾ വെക്കുന്നതനുസരിച്ച്, അഡീഷണൽ കമ്പോണൻസ് വെക്കുന്നതിനനുസരിച്ച്, അത് പ്ലേസ് ചെയ്യുന്ന സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ സ്റ്റേജ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ഓരോ ലെവലാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, 2 സ്റ്റേജ് കംപ്രഷൻ വിത്ത് ഇന്റർകൂളിംഗ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 2 സ്റ്റേജ് കംപ്രഷൻ ഉണ്ടോ, ഉണ്ട്. ഒന്നാമത്തെ കംപ്രസർ ഇത് ആണ്, ഒന്നാമത്തെ കംപ്രസർ, രണ്ടാമത്തെ കംപ്രസർ. അപ്പൊ 2 കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് വിത്ത് ഇന്റർകൂളിംഗ്. സോ വി ഹാവ് എൻ ഇന്റർകൂളർ. അപ്പൊ 2 കംപ്രസറിന്റെ ഇടയിലാണ് നമ്മൾ എപ്പോഴും എന്ത് പ്രതീക്ഷിക്കേണ്ടത്, ഒരു ഇന്റർകൂളർ ഫെസിലിറ്റി പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പം 2 കംപ്രസർ, ഒന്നാമത്തെ കംപ്രസർ ഇത്, രണ്ടാമത്തെ കംപ്രസർ ഇത്, ഇതിന്റെ ഇടയിൽ എന്തുണ്ട്, ഇന്റർകൂളിംഗ് ഉണ്ട്. ദെൻ വി ഹാവ് എ സബ് കൂളിംഗ് ഡിവൈസ്. സബ് കൂളിംഗ് വരുന്ന എവിടെയാണ്, കണ്ടൻസർ കഴിഞ്ഞിട്ടാണ്. സോ കണ്ടൻസർ കഴിഞ്ഞിട്ട് സബ് കൂളർ ഉണ്ടോ എന്ന് നോക്കാം. സോ ദിസ് ഇസ് എ സബ് കൂളർ ബൈ എക്സ്റ്റേണൽ കൂളിംഗ് സോഴ്സ്. അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ പറയുന്നത്. സോ ഈ സിസ്റ്റം കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫ്ലാഷ് ചേമ്പറും കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. സോ വി ആർ നോട്ട് സ്പെസിഫൈങ് ദാറ്റ് ഫ്ലാഷ് ചേമ്പർ ഇൻ ദിസ് സിസ്റ്റം. ഓക്കെ, ഇത് ഇല്ലാതെ വേണമെങ്കിൽ വരച്ച് കാണിച്ചു കൊടുക്കാം. അതായത് ഈ ഫ്ലാഷ് ചേമ്പറും ഈ ഒരു ഇവാപ്പറേറ്റർ എക്സ്പാൻഷൻ വാൽവ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ സിസ്റ്റം വരച്ച് കാണിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കുന്നതേ ഉള്ളൂ. സോ ഈ രീതി തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണ്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവാപ്പറേറ്ററിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ. സോ ദിസ് ഇസ് സ്റ്റേറ്റ് പോയിന്റ് 1 and 2. സോ ഇവാപ്പറേറ്ററിനകത്ത് വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അപ്പൊ നമ്മളിവിടെ ക്വാണ്ടിറ്റിയും റെഫ്രിജറന്റിന്റെ ക്വാണ്ടിറ്റിയൊക്കെ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ME എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് ഇവാപ്പറേറ്ററിനകത്ത് വരുന്നത്. സോ ആ ഒരു ക്വാണ്ടിറ്റി മാത്രമേ എന്തുണ്ടാക്കുന്നുള്ളൂ, റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ഇവാപ്പറേറ്ററെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിനകത്തൂടെ പോകുന്ന റെഫ്രിജറന്റിന്റെ മാസ് എന്ന് പറയുന്നത് ME ആണ്. ME ക്വാണ്ടിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ME ക്വാണ്ടിറ്റി റെഫ്രിജറന്റ് വിച്ച് ഈസ് പാസിംഗ് ഫ്രം ദ flows from the evaporator. So 1, 2 ഇതാണ് പോയിന്റ്സ് 1ഉം 2. 2ൽ എത്തിക്കഴിഞ്ഞാൽ ME ക്വാണ്ടിറ്റിന് നമ്മൾ എവിടെ എത്തിയിരുന്നു, ഫസ്റ്റ് സ്റ്റേജ് കംപ്രസറിൽ എത്തുന്നു. ഇതാണ് ഫസ്റ്റ് കംപ്രസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് കംപ്രസർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറ്റയടിക്ക് കണ്ടൻസർ പ്രഷറിൽ എത്തിക്കത്തില്ല. അതിന് പകരം എന്ത് ചെയ്യുന്നു, 3 എന്ന് പറയുന്ന ഒരു പ്രഷറിലേക്ക്, അതായത് ഇടയ്ക്കുള്ള ഒരു പ്രഷറിലേക്ക് എത്തിക്കുന്നു ഈ കംപ്രസർ. അപ്പോഴും ക്വാണ്ടിറ്റി എത്രയാണ്, ME തന്നെയാണ്. സോ ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ കഴിയുമ്പം വരുന്ന റെഫ്രിജറന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ME ആണ്. അത് എത്തുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് 3 ആണ്. അവിടെ എത്തി. ഇത് കഴിയുമ്പോഴത്തേക്ക് ആ ട്യൂബിനകത്തൂടെ ഈ റെഫ്രിജറന്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ട്യൂബിലേക്ക് നമുക്ക് MVF ക്വാണ്ടിറ്റിയിലും വേപ്പർ വരുന്നുണ്ട്. എവിടെ നിന്നാണ്, ഒരു ഫ്ലാഷ് ചേമ്പറിൽ നിന്ന്. ഓക്കെ, ഫ്ലാഷ് ചേമ്പറിൽ വരുന്നു. അപ്പൊ അതിന്റെ ആ വരുന്ന ഫ്ലാഷിന്റെ അല്ലെങ്കിൽ ആ വരുന്ന വേപ്പർ റെഫ്രിജറന്റിന്റെ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞത് സാച്ചുറേറ്റഡ് വേപ്പർ ആണ്. അതുകൊണ്ടാണ് 5 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിടക്കുന്നത്. ഈ വരുന്ന വേപ്പർ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആയിരിക്കും. ആ സാച്ചുറേറ്റഡ് വേപ്പറും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഈ 3 എന്ന് പറയുന്നതായിട്ട് വന്ന് മിക്സ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ടെമ്പറേച്ചർ റെഡ്യൂസസ്. ഇതിന്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നു. ഈ കംപ്രഷൻ ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ കഴിഞ്ഞ് വരുന്ന റെഫ്രിജറന്റിന്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി എത്രയായി മാറുന്നുണ്ട്, MEF പ്ലസ് ME ആയി മാറുന്നുണ്ട്. ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതായത് 3 വരെ ME എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും 3- എത്തിക്കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഈ വരുന്ന MEF-ഉം ME കൂടെ ചേർന്ന് ക്വാണ്ടിറ്റി ആയി. അപ്പോൾ റെഫ്രിജറന്റിന്റെ കണ്ടന്റ് കൂടി, അല്ലെ മാസ് കൂടി. ആ 3- എത്തുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 എന്ന് വരുന്ന ടെമ്പറേച്ചറും ഈ 3 എന്ന് വരുന്ന ടെമ്പറേച്ചറും കൂടെ ചേർന്നിട്ട് നമുക്ക് വേറെ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ്
3' എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് എത്തി. അപ്പോൾ അവിടെ നമുക്ക് 3യിൽ നിന്ന് 3' നമുക്ക് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യിക്കാൻ പറ്റി. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നേരെ എവിടെ വരുന്നത്? ഇന്റർകൂളറിനകത്തേക്ക് വരുന്നത്. ഇന്റർകൂളറിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഈ വരുന്ന തണുത്ത റെഫ്രിജറന്റിനെ വീണ്ടും തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്റർകൂളറിനകത്തോടെ പാസ് ചെയ്ത് പോകുന്ന സെക്കൻഡറി ഫ്ലൂയിഡ്, അതെന്ന് പറയുന്നത് ഈ വരുന്ന പ്രൈമറി ഫ്ലൂയിഡ്. അതായത് പ്രൈമറി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് കംപ്രസറിനകത്തു നിന്നും ഈ ഫ്ലാഷ് ചേമ്പറിനകത്തു നിന്നും വരുന്ന റെഫ്രിജറന്റ് ആണ് നമ്മളിവിടെ പ്രൈമറി ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ പ്രൈമറി ഫ്ലൂയിഡിനെക്കാളും ടെമ്പറേച്ചർ കുറഞ്ഞതായിരിക്കണം എന്ന് പറയുന്നത് ഇന്റർകൂളറിനകത്തോടെ പാസ് ചെയ്ത് പോകുന്ന സെക്കൻഡറി ഫ്ലൂയിഡ്. ആ സെക്കൻഡറി ഫ്ലൂയിഡുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ എവിടെ എത്തുന്നുണ്ട്? 4ലേക്ക് എത്തുന്നുണ്ട്. അപ്പം 3' നിന്ന് ടെമ്പറേച്ചർ 4 ആക്കി മാറ്റി. അപ്പം നമുക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന നമ്മൾ ചെയ്യുന്ന ഈ കംപ്രസർ കഴിയുമ്പോൾ നമുക്ക് കംപ്രഷൻ കഴിയുമ്പോൾ എന്തായാലും സൂപ്പർ ഹീറ്റർ വേപ്പർ ആയിരിക്കും ഉണ്ടാകുന്നത്. ആ സൂപ്പർ ഹീറ്റർ വേപ്പറിന്റെ ടെമ്പറേച്ചർ ഹീറ്റ് കണ്ടന്റ് എടുത്ത് കളയുക എന്നുള്ളതാണ് നമുക്ക് ഉദ്ദേശം. അതിനാണ് നമ്മൾ ഇന്റർകൂളർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് വർക്ക് ഇൻപുട്ട് കുറച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 4 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലായിരിക്കും എന്ത് റെഫ്രിജറന്റ് എവിടെ എത്തുന്നത്? കംപ്രസർ 2ൽ എത്തുന്നത്. അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ME പ്ലസ് MVF എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പം കംപ്രസർ 2ൽ വരുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി ME പ്ലസ് MEF, അതായത് ME എന്ന് പറയുന്നത് ഇവാപറേറ്ററിൽ നിന്ന് വരുന്ന ക്വാണ്ടിറ്റിയാണ് ME, ഈ ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് വരുന്ന ക്വാണ്ടിറ്റിയാണ് MEF. അത്രയും ക്വാണ്ടിറ്റിയാണ് എവിടെ കയറി വരുന്നത്? സെക്കൻഡ് കംപ്രസറിനകത്ത് വരുന്നത്. ഈ സെക്കൻഡ് കംപ്രസറിനകത്തൂടെ കംപ്രഷൻ കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് വേണ്ട റിക്വയർഡ് പ്രഷറിലേക്ക് എത്തും. അതെന്ന് പറയുന്നത് 3.6 ആണ്. ഈ പ്രഷറിലേക്ക് എത്തും. അപ്പോഴും ക്വാണ്ടിറ്റി എന്താണ്? ME പ്ലസ് MEF ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ എവിടെ വരുന്നു? കണ്ടൻസറിനകത്ത് വരുന്നു. കണ്ടൻസറിനകത്ത് പാസ് ചെയ്യുമ്പോഴത്തേക്ക് സാച്ചുറേറ്റഡ് ലിക്വിഡായി മാറി, അതായത് 7ലെത്തി. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഒരു സബ് കൂളറിലേക്ക് പോകുന്നത്. സബ് കൂളറിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ടെമ്പറേച്ചർ വീണ്ടും റെഡ്യൂസ് ചെയ്യും. നമ്മൾക്ക് അറിയാം സബ് കൂളിംഗ് പ്രോസസ്സ് എന്താണെന്ന് അറിയാം. സബ് കൂളിംഗ് എന്തിനാണ് വേണ്ടി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. റെഫ്രിജറേഷൻ എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ് കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം 7 to 8 എന്ന് പറയുന്നത് എന്താണ്? ഈ സബ് കൂളറിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ്. ദെൻ ആദ്യത്തെ ഒരു സ്റ്റേജ് എക്സ്പാൻഷൻ വാൽവിലേക്ക് എത്തുന്നു. എക്സ്പാൻഷൻ വാൽവിലൂടെ പോകുമ്പോഴത്തേക്ക് അത് 8 to 9 ആയി മാറി. 8 to 9ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ കഴിയുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് നേരെ ഫ്ലാഷ് ചേമ്പറിൽ വരുന്നു. ഫ്ലാഷ് ചേമ്പറിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് MVF ക്വാണ്ടിറ്റി, അതായത് ഇവിടെ വരുമ്പോഴും എന്തുണ്ട്? MVF പ്ലസ് ME ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്ലാഷ് ചേമ്പറിനകത്ത് കയറി കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ, അതായത് 10 എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഈ മൊത്തം ക്വാണ്ടിറ്റിയിൽ നിന്ന് MVF ക്വാണ്ടിറ്റി നേരെ അങ്ങോട്ട് പോകും. ബാക്കി എന്താ ഉള്ളത്? ME ക്വാണ്ടിറ്റി ആണ്. ആ ME ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവിനകത്ത് വരുന്നത്. അതെന്ന് പറയുന്നത് 10 to 1 ആണ്. വീണ്ടും എന്ത് ചെയ്തു? നമുക്ക് ഈ ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് പാസ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ എടുക്കുന്നത് ഫുള്ള് ലിക്വിഡ് ആണ്. സോ അത് ലിക്വിഡ് കണ്ടീഷനിൽ തന്നെ ആയിരിക്കും വരുന്നത്. സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിരിക്കും 10 എന്ന് പറയുന്ന പോയിന്റ്. അപ്പം നമുക്ക് അവിടുന്ന് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്നത് 1ലേക്കാണ്. അതാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എത്രയാണ്? ME ആണ്. ആ ME ക്വാണ്ടിറ്റി എക്സ്പാൻഡ് ചെയ്ത സാധനമാണ് നമ്മൾ എവിടെ വിടുന്നത്? ഇവാപറേറ്ററിലേക്ക് വിടുന്നത്. അത് നേരെ വീണ്ടും നമ്മൾ ഫസ്റ്റ് കംപ്രസറിലേക്ക് എടുക്കുന്നു. ഇതാണ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതാണ് 2 സ്റ്റേജ് കംപ്രഷൻ വിത്ത് ഇന്റർ കൂളിംഗ് ആൻഡ് സബ് കൂളിംഗ് ബൈ എൻ എക്സ്റ്റേണൽ കൂളിംഗ് സോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? രാഹുൽ സ്റ്റീഫൻ മനസ്സിലായോ? രാഹുൽ സ്റ്റീഫൻ മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? രാഹുൽ സ്റ്റീഫൻ ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, ഗുഡ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ? എന്തെങ്കിലും ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ബ്രേക്ക് ആയി പോവുകയോ അങ്ങനെ എന്തെങ്കിലും കേട്ട ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത് ചോദിക്കാനായിട്ട്? എന്തെങ്കിലും ചോദിക്കാം, വേഗം ചോദിക്കാം. അടുത്തതിനകത്ത് പോട്ടെ. ഏതു കുഴപ്പമൊന്നുമില്ലല്ലോ. യൂട്യൂബ് ഇതുകൊണ്ടോ? ഇവിടെ ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടോ?
ഉണ്ട് സാർ, ആ, ഉണ്ട് സാർ. മനസ്സിലായല്ലോ. ആ അടുത്തതിനകത്തോട്ട് പോട്ടെ. ആ പോ സാർ. ഓക്കെ ഓക്കെ അടുത്തെന്ന് പറയുന്നത് ദ കോമ്പൗണ്ട് കംപ്രഷൻ വിത്ത് വാട്ടർ ഇന്റർകൂളർ ആൻഡ് ദ സിംഗിൾ എക്സ്പാൻഷൻ വാൽവ് ആണ്. അപ്പം വാട്ടർ ഇന്റർകൂളർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്, അതായത് കംപ്രസറിൽ നിന്ന് വരുന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആണെങ്കിൽ കൂടിയും നമുക്ക് അവൈലബിൾ ആവുന്ന വാട്ടർ, അതായത് ഇന്റർകൂളറിനകത്തൂടെ നമ്മൾ കൊടുക്കുന്ന വാട്ടറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ വരുന്ന സൂപ്പർ ഹീറ്റർ വേപ്പറിനേക്കാളും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചിങ് കൊടുത്തുകൊണ്ട് ആ സൂപ്പർ ഹീറ്റഡ് വേപ്പറിന്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വാട്ടർ ഇന്റർകൂളർ വെക്കുമ്പോൾ വരുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ്. അതായത് ലോ ടെമ്പറേച്ചറിൽ നമുക്ക് വാട്ടർ അവൈലബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വാട്ടർ ഇന്റർകൂളിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നു സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആയി കഴിഞ്ഞാൽ അത് എപ്പോഴും ടെമ്പറേച്ചർ, അതായത് നമുക്ക് പറയാം വാട്ടറിന്റെ ടെമ്പറേച്ചർ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ നമ്മൾ ഞാൻ 24 എടുക്കുന്നു വെച്ചോ, ആ ടെമ്പറേച്ചറിനെക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വാട്ടർ വെച്ചിട്ട് ഇന്റർകൂളിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സപ്പോസ് സൂപ്പർ ഹീറ്റ് ചെയ്ത് കിട്ടുന്ന വേപ്പർ റെഫ്രിജറന്റിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർകൂളറിനകത്ത് വാട്ടർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യത്തില്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കൂളിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം സോ ബി കെയർഫുൾ വെൻ യൂസിങ് വാട്ടർ. ഞാൻ ആ 2 ടെമ്പറേച്ചേഴ്സ് ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം എടുത്ത് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഒരു വാട്ടർ ഇന്റർകൂളറിനകത്ത് ഉണ്ട്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്, ദ കംപ്രഷൻ വർക്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് കൺസിഡറബിളി ബൈ യൂസിങ് ഇന്റർകൂളിംഗ് ബിറ്റ്വീൻ ദ സ്റ്റേജസ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർകൂളിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഇൻപുട്ട് കുറയ്ക്കാൻ പറ്റും. അത് നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദ ഇന്റർമീഡിയറ്റ് കൂളിംഗ് ലീഡ്സ് ടു റിഡക്ഷൻ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റഡ് at the section of the each compressor and specific volume resulting in less capacity compressor requirement. അപ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മളിത് ചെയ്യുന്നത്, അതായത് സൂപ്പർ ഹീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിനകത്ത് നിന്ന് നമുക്ക് വീണ്ടും ഒരു കംപ്രഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇന്റർകൂളിംഗ് ഫെസിലിറ്റീസ് കൊടുക്കും. നമുക്ക് ആ പ്രഷർ അതേ നിർത്തിയിട്ട് നമ്മൾ അതിൽ നിന്നുള്ള ഹീറ്റ് കണ്ടന്റിനെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം എന്ത് ചെയ്യും, നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള സ്പെസിഫിക് വോളിയത്തിന്റെ ചേഞ്ചസ് വരുത്താൻ പറ്റും. അതേപോലെ നമുക്ക് ഡിഗ്രി ഓഫ് വർക്ക് കൊടുക്കുന്നത് കുറയ്ക്കാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്, എൻറ്റയർലി സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന കംപ്രസറിന്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഓൾറെഡി. ഓക്കെ, സിൻസ് ദ കംപ്രഷൻ പ്രോസസ് ഈസ് മെയിൻറ്റെയിൻ നിയർ ദ സെക്ഷൻ വേപ്പർ ലൈൻ, ദ ടോട്ടൽ വർക്ക് പെർ കിലോഗ്രാം വിൽ ബി റെഡ്യൂസ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് സൂപ്പർ ഹീറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെഫ്രിജറന്റ് നേരെ സാച്ചുറേറ്റഡ് ലൈനിലേക്ക് വരുന്നുണ്ട്, അടുത്തടുത്ത് വരുന്നത് കൊണ്ട് നമുക്ക് വർക്ക് ഡൺ കുറയ്ക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ടു ഹാവ് ദ കംപ്ലീറ്റ് ഡീസൂപ്പർഹീറ്റിംഗ് of the vapor after every stage of compression, as the cooling water temperature is not available sufficiently low to desuperheat the vapor completely. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. നമുക്ക് ഈ ഒരു സൂപ്പർ ഹീറ്റിങ്ങിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നേരെ എടുത്ത് സാച്ചുറേറ്റഡ് വേപ്പറാക്കി മാറ്റാൻ ചിലപ്പോൾ നമുക്ക് ഈ ഉപയോഗിക്കുന്ന വാട്ടർ കൊണ്ട് പറ്റത്തില്ല. കംപ്ലീറ്റ് ഡീസൂപ്പർ ഹീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റേജിൽ നിന്ന് നേരെ അങ്ങ് സാച്ചുറേറ്റഡ് വേപ്പറിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ ഒരു കണ്ടീഷൻ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട. ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഈ സൂപ്പർ ഹീറ്റിംഗ്, ഡീസൂപ്പർ ഹീറ്റിംഗ്, പിന്നീട് സാച്ചുറേറ്റഡ് കണ്ടീഷൻ, സാച്ചുറേറ്റഡ് വേപ്പർ, സാച്ചുറേറ്റഡ് ലിക്വിഡ്, സബ് കൂൾഡ് കണ്ടീഷൻ, ഇതെല്ലാം ഞാൻ പറയുമ്പം ഞാൻ നിങ്ങളുടെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ മൊത്തം പറയാൻ പോകുന്നത്. അപ്പം സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ പോയിന്റ് ആ പി എച്ച് ഡയഗ്രത്തിലോ അല്ലെങ്കിൽ ടി എച്ച് ഡയഗ്രത്തിലോ ആ പോയിന്റ് എത്തിയിരിക്കണം. അതാണെങ്കിൽ സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാലും സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ആ പോയിന്റ്സ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, സൂപ്പർ ഹീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന കംപ്രസറിനകത്ത് നിന്ന് വരുന്നതിനെ നമ്മൾ ഡീസൂപ്പർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഇന്റർകൂളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്ടർ അത്രയും ടെമ്പറേച്ചറിൽ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും അവൈലബിൾ സോഴ്സ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ വാട്ടറിനെ എടുത്ത് അതിനെ എടുത്ത് ടെമ്പറേച്ചർ കുറച്ച് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളുടെ മൊത്തത്തിൽ എഫിഷ്യൻസി കുറയാനുള്ള കാര്യമുണ്ട്. നമുക്ക് വാട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അഡീഷണൽ ആയിട്ട് ടെമ്പറേച്ചർ എടുക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് കംപ്ലീറ്റ് ഡീസൂപ്പർ ഹീറ്റിങ്ങും നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നീട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, ദർ ഇസ് നോ എഫക്ട് ഓൺ റെഫ്രിജറേഷൻ പെർ കിലോഗ്രാം ഓഫ് റെഫ്രിജറന്റ് എന്ന് പറയുന്നത്.
പെർ കിലോഗ്രാം ഓഫ് റബ്ബറിനകത്ത് വലിയമായ വ്യത്യാസം വരുന്നത് നമുക്ക് വർക്ക് ഇൻപുട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. സോ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്രസറിന്റെ സൈസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് കോമ്പൗണ്ട് കംപ്രഷൻ വിത്ത് വാട്ടർ ഇന്റർകൂളിംഗ് എന്ന് പറയുന്നത്. സോ കോമ്പൗണ്ട് കംപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം രണ്ടിൽ കൂടുതലായിട്ടുള്ള കംപ്രസേഴ്സ് വരുന്നുണ്ട് ഇവിടെ. അപ്പം ഇവിടെ എത്ര കംപ്രസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് 3 കംപ്രസർ യൂസ് ചെയ്യുന്നുണ്ട്. കംപ്രസർ 1, കംപ്രസർ 2, ദെൻ കംപ്രസർ 3. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ ഇടയിൽ എല്ലാം എന്തുണ്ട് ചെയ്യുന്നുണ്ട്? വാട്ടർ ഇന്റർകൂളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 കംപ്രസർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു വാട്ടർ ഇന്റർകൂളർ ഉണ്ടാവും. അടുത്ത 2 C2 C3 എന്ന് പറയുന്ന രണ്ടാമത്തെ കംപ്രസർ സ്റ്റേജസ്, ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവും? വാട്ടർ ഇന്റർകൂളേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഹിയർ വി ആർ യൂസിങ് എ സിംഗിൾ എക്സ്പാൻഷൻ വാൽവ്. ഓക്കെ, സിംഗിൾ ഇവാപറേറ്റർ ദെൻ സിംഗിൾ കണ്ടൻസർ ഫോർ കണ്ടൻസേഷൻ പർപ്പസ്. അപ്പം ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 1 to 2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവാപറേറ്റർ. ഇവിടെയാണ് റെഫ്രിജറേഷൻ എഫക്ട് നടക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ME ക്വാണ്ടിറ്റി ആണ്. ഇവിടെ മൊത്തം കാര്യം, ഇവിടെ സൈക്കിളിനകത്തൊന്നും ഇന്ററപ്ഷൻ ഇല്ല, എവിടെ നിന്നും ഡ്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മൾ ബ്ലേഡ് ചെയ്തിട്ട് ഇടയിൽ കയറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എൻ്റയർ സൈക്കിളിൽ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും റെഫ്രിജറന്റിന്റെ ക്വാണ്ടിറ്റി സെയിം തന്നെ ആയിരിക്കും ഈ ഒരു സിസ്റ്റത്തിനകത്ത്. കാര്യം നമ്മൾ എവിടെയും ബ്ലീഡിങ് ചെയ്യുന്നില്ല, എവിടെയും കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സൈക്കിളിൽ ഉള്ള ഏത് ട്യൂബിന്റെ ഏത് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും ക്വാണ്ടിറ്റി സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ME ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഫസ്റ്റ് ഇവാപറേറ്ററിനകത്ത് വരുന്നത്. ദെൻ 2 to 5 എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ നടത്തുകയാണ്. അതായത് നമ്മളുടെ കണ്ടൻസർ പ്രഷറിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കംപ്രസറിനകത്ത് എന്ത് ചെയ്യുന്നു? 2 to 5 കൊണ്ടുവന്നു. ആ 5 എത്തിയതിനു ശേഷം നേരെ വരുന്ന റെഫ്രിജറന്റ് സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനാണ്. അത് നേരെ ഇവിടെ വരുന്നുണ്ട്, വാട്ടർ ഇന്റർകൂളറിലേക്ക് വരുന്നുണ്ട്. നമ്മളിവിടെ ഐഡിയൽ കണ്ടീഷൻ ആയിട്ടാണ് എടുക്കുന്നത്. 5 to 6 എന്ന് പറയുന്നത് ഈ വാട്ടർ ഇന്റർകൂളറിനകത്തോടെ പാസ് ചെയ്ത് പോകുമ്പം ആ ഒരു വേപ്പർ റെഫ്രിജറന്റ് കംപ്ലീറ്റ് ആയിട്ട് ഡീസൂപ്പർ ഹീറ്റിംഗ് നടന്ന് അത് സാച്ചുറേറ്റഡ് വേപ്പറായി മാറി എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6-ലെത്തി ആദ്യത്തെ ഇന്റർകൂളറിനകത്തോടെ പാസ് ചെയ്യുമ്പോൾ പിന്നീട് നേരെ എവിടെ വരുന്നുണ്ട്? സെക്കൻഡ് കംപ്രസറിനകത്ത് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് 6 to 7 ആണ്. 6 to 7 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആ ME ക്വാണ്ടിറ്റി ഉള്ള റെഫ്രിജറന്റ് വീണ്ടും എന്ത് ചെയ്തു? നമ്മൾ പ്രഷറൈസ് ചെയ്തു. പ്രഷറൈസ് ചെയ്യുമ്പോൾ വീണ്ടും അത് എന്തായി മാറി? സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനിൽ വന്നു. ദെൻ 7 to 8 നമ്മൾ സെക്കൻഡ് സ്റ്റേജിലുള്ള എന്ത് യൂസ് ചെയ്തു? വാട്ടർ ഇന്റർകൂളർ യൂസ് ചെയ്തു. അവിടെ വരുമ്പോഴും നമ്മൾ ഡീസൂപ്പർ ഹീറ്റിംഗ് ചെയ്യുകയാണ്, നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഐഡിയൽ കണ്ടീഷനായിട്ട് പറയുന്നത് കൊണ്ടാണ് എന്ത് വന്നത്? ഈ ഒരു റെഫ്രിജറന്റ് സൂപ്പർ ഹീറ്റ് കണ്ടീഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറിയത്? സാച്ചുറേറ്റഡ് വേപ്പറായി മാറിയത് 8 വന്നു. ദെൻ 8 to 9 എന്ന് പറയുന്നത് അടുത്ത കംപ്രസറിനകത്താണ്, C3 എന്ന് പറയുന്ന കംപ്രസറിനകത്ത് വരുന്നത്. അപ്പോൾ C3 കംപ്രസറിനകത്തൂടെ ചെല്ലുന്ന കഴിയുമ്പോൾ നമുക്ക് വേണ്ട കംപ്ലീറ്റ് പ്രഷറിലേക്ക്, അതായത് കണ്ടൻസർ പ്രഷറിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പം നമ്മൾ ഇവാപറേറ്റർ പ്രഷറിൽ നിന്ന് കണ്ടൻസർ പ്രഷറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3 സ്റ്റേജ് ആയിട്ടാണ് എന്ത് ചെയ്തത്? കംപ്രസ് ചെയ്തത് റെഫ്രിജറന്റിന് വിത്ത് ഇന്റർകൂളിംഗ് ഫെസിലിറ്റീസ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രത്തിൽ തന്നെയുണ്ട്. നമുക്ക് 2 to 3 ആണ് ഞാൻ എത്തിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ ലൈനിലാണ് ഞാൻ എത്തിക്കേണ്ടത്. അതായത് ഈ പ്രഷറിൽ നിന്ന് ഇതാണ് നമ്മുടെ ഇവാപറേറ്റർ പ്രഷർ, ഇതിൽ നിന്നാണ് നമുക്ക് കണ്ടൻസർ പ്രഷറിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ ഇത് ഞാൻ ഒറ്റ സ്റ്റേജിൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന വർക്ക് എന്ന് പറയുന്നത് ഇത്രയും കൂടുതലാണ് ഇവിടെ. ഇപ്പൊ ഞാൻ സ്റ്റേജസ് എടുത്ത്, അതായത് ഇന്റർമീഡിയന്റ് ആയിട്ട് ഞാൻ ഇത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതിനകത്തുള്ള ഈ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റി. അതിന്റെ അർത്ഥം ഈ ഷെയ്ഡ് ചെയ്ത ഏരിയയിലുള്ള അത്രയും വർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? കളയാൻ പറ്റി. അതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഒരു സിംഗിൾ കംപ്രസർ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ കണ്ടൻസർ പ്രഷറിലേക്ക് എത്തിക്കുന്നതിലും വർക്ക് ഇൻപുട്ട് കുറച്ച് മതി എനിക്ക് മൾട്ടിപ്പിൾ സ്റ്റേജസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കംപ്രസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് വിത്ത് ഇന്റർകൂളിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ. അതാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയോ ലിയോ? സാർ ക്ലിയർ ആയി. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത അവർ എപ്പോഴാണ് വരുന്നത്? ടോൾ അടുത്തവർ എപ്പോഴാ? 12:30. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി അപ്പൊ അടുത്ത അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റേജ് പറയാണ്. അടുത്തത് കോമ്പൗണ്ട് കംപ്രഷൻ വിത്ത് ഫ്ലാഷ് ഇന്റർകൂളിംഗ്
വിത്ത് സിംഗിൾ എക്സ്പാൻഷൻ വാൽവ് അലോങ് വിത്ത് ഫ്ലോ ലൈൻ ടു ദ ഇവാപറേറ്റർ. ഇതെന്ന് പറയുന്നത് വീണ്ടും നമ്മൾ കോമ്പൗണ്ട് കംപ്രഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വാട്ടർ ഇന്റർകൂളറിന് പകരം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലാഷ് ഇന്റർകൂളിംഗ് മെത്തേഡാണ്. അപ്പം ഫ്ലാഷ് ഇന്റർകൂളിംഗ് എടുക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലേഡ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ വേപ്പർ ലിക്വിഡ് സെപ്പറേഷൻ വരുന്നുണ്ട് അതിനകത്ത്. അപ്പം നമുക്ക് ഇവാപറേറ്ററിനകത്ത് വരുന്ന ക്വാണ്ടിറ്റിയും ഈ ഫ്ലാഷ് ചേമ്പറിലേക്ക് വരുന്ന ക്വാണ്ടിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഫ്ലാഷ് ചേമ്പറിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് 1 kg ഫ്ലാഷ് ചേമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ലിക്വിഡും വേപ്പറും ഫോം ചെയ്യും. വേപ്പറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നു, അതിൽ നിന്നുള്ള ലിക്വിഡിനെ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാപറേറ്ററിനകത്തോടെ പാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ 1-ൽ നിന്ന് ഒരു റിഡക്ഷൻ ഉണ്ടായി. ഇതായിരിക്കും നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിന്റെ ഡ്രോബാക്ക് ആണ്, അതായത് നോൺ അവൈലബിലിറ്റി ഓഫ് വാട്ടർ അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. ഇത് വരാത്തത് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഡീ സൂപ്പർ ഹീറ്റിംഗ് പറ്റത്തില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് പകരമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലാഷ് ഇന്റർകൂളിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഫ്ലാഷ് ഇന്റർകൂളിംഗ് ചെയ്യുമ്പോൾ അതായത് ആ റെഫ്രിജറന്റ് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിസ്റ്റം ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമുക്കിത് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് ഞാനിതിപ്പം ഓക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് കംപ്രസർ 3 ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നേരെ തിരിച്ചു അവിടെ നിന്നല്ലാതെ വരുന്നു. അപ്പം കംപ്രസർ 3 വരുന്ന സമയത്ത് അവിടെ വരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, കംപ്രസർ 3 എന്ന് പറയുന്നത് ഇതാണ്, അതായത് 8 to 7 ഈ പോയിന്റിൽ നിന്ന് ഇത്, അതായത് കണ്ടൻസർ പ്രഷറിലേക്ക് എത്തിക്കുന്ന പോയിന്റാണ് 8 to 9 എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ വരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ME + M1 + M2 ക്വാണ്ടിറ്റിയാണ്. ഇത്രയും ആണ് ടോട്ടൽ റെഫ്രിജറന്റ് എന്ന് പറയുന്നത്. ഇത്രയും ക്വാണ്ടിറ്റി ആണ് കംപ്രസർ 3, അതായത് ലാസ്റ്റ് കംപ്രസറിനകത്ത് വെച്ചിട്ട് കംപ്രസ് ചെയ്ത് എത്തിക്കുന്നത്, അതായത് 8 to 9 കംപ്രസ് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് എന്തായി, കണ്ടൻസേഷൻ നടക്കുന്നു. സോ 9 to 4 എന്താണ്, കണ്ടൻസേഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. ഇപ്പൊ 9 to 4 നമുക്ക് കണ്ടൻസേഷൻ നടന്നു. ഈ 4 കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവിടെ ആദ്യത്തെ ക്വാണ്ടിറ്റി M2 ക്വാണ്ടിറ്റി ഇതിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്, അതായത് ടോട്ടൽ. അപ്പൊ 4 എന്ന് പറയുന്ന പോയിന്റ് നമുക്കുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, ME + M1 + M2. അത് ഈ ആദ്യത്തെ കണ്ടൻസറിൽ നിന്ന് ആദ്യം വരുന്ന ലൈനിൽ വഴി നമ്മൾ M2 ക്വാണ്ടിറ്റി എടുത്തു. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ എത്രയേ ഉള്ളൂ, ഈ 4 എന്ന് പറയുന്ന പോയിന്റിൽ പിന്നെ എത്രയേ ഉള്ളൂ, ME + M1 ഉള്ളൂ. M2 ഇവിടെ പോയി. ആ M2 എന്താണ് ചെയ്തത്, ഇവാപറേറ്റർ എക്സ്പാൻഷൻ വാൽവ് 3-ൽ കൊണ്ടുവന്നു. എക്സ്പാൻഷൻ വാൽവ് 3-ൽ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ലിക്വിഡ് ഉണ്ടായി, ലിക്വിഡ് പ്ലസ് വേപ്പർ ഉണ്ടായി. അതിന് ഞാൻ എവിടെ കളക്ട് ചെയ്തു, ഫ്ലാഷ് ചേമ്പർ 2-ൽ കളക്ട് ചെയ്തു. ഫ്ലാഷ് ചേമ്പർ 2-ൽ കളക്ട് ചെയ്തു. ഈ ഫ്ലാഷ് ചേമ്പർ 2-ൽ കളക്ട് ചെയ്തിരിക്കുന്ന സാധനം അവിടെ നിൽക്കട്ടെ. ഇത് അവിടെ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് അവിടെ നിൽക്കട്ടെ, അവിടെ കളക്ട് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് പാസ് ചെയ്ത് പോകുന്നത്. പിന്നീടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ME + M1 ആണ്. ME + M1 വീണ്ടും ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് M1 ക്വാണ്ടിറ്റി വീണ്ടും ഞാൻ ട്രെയിൻ ചെയ്തെടുത്തു. ആ ക്വാണ്ടിറ്റിനെ ഞാൻ അടുത്ത എക്സ്പാൻഷൻ വാൽവിൽ കൊണ്ടുവന്നു, അതിനെ എക്സ്പാൻഡ് ചെയ്തു. കാര്യം ഇവിടെ ഇരിക്കുന്നത് വീണ്ടും കണ്ടൻസർ പ്രഷറിലാണ്. അതിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. ആ എക്സ്പാൻഡ് ചെയ്ത സാധനത്തിനെ ഞാൻ എവിടെ കൊണ്ടുവന്നു, അടുത്ത ഫ്ലാഷ് ചേമ്പർ 1-ൽ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ലിക്വിഡ് പ്ലസ് പേപ്പർ ഞാൻ ഫോം ചെയ്ത് വെച്ചേക്കാണ്. ഈ ക്വാണ്ടിറ്റി ഇവിടെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ ME + ഇവിടെ M1 ആണ്, ഇവിടെ M2 ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ദെൻ റിമൈനിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ME ആണ്. ഈ ME ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഇവിടെ എവിടെ വരുന്നത്, ഇവാപറേറ്ററിനകത്ത് വരുന്നത്. അത് നേരെ എടുക്കുന്നു, എക്സ്പാൻഷൻ വാൽവ് 1-ൽ കൊണ്ടുവന്ന് എക്സ്പാൻഷൻ നടന്നു. അപ്പൊ നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്നാണ് നമുക്ക് എന്ത് നടക്കുന്നത്, എക്സ്പാൻഷൻ നടക്കുന്നത്. ഓക്കെ, 1-ൽ നിന്ന് 2-ലേക്ക് നമുക്ക് എന്ത് ചെയ്യും, എക്സ്പാൻഷൻ വാൽവ് കഴിയുമ്പോഴത്തേക്ക് നേരെ ഇത് എന്ത് ചെയ്യുന്നു, 1-ൽ നിന്ന് 2-ലേക്ക് ഇവാപറേറ്ററിലൂടെ പാസ് ചെയ്ത് വരുന്നു. സോ ഇവിടെ റെഫ്രിജറേഷൻ എഫക്റ്റ് നമുക്ക് കിട്ടുന്നു. ആ വരുന്ന ക്വാണ്ടിറ്റി സാധനം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ സാധനത്തിന് ഈ ME ക്വാണ്ടിറ്റി എവിടെ വരുന്നു, നേരെ കംപ്രസർ 1-ലേക്ക് വരുന്നു. കംപ്രസർ 1-ലേക്ക് വരുന്ന സമയത്ത് അതിനെ പ്രഷറൈസ് ചെയ്യുന്നു. 2 to 5-ലേക്ക് പ്രഷറൈസ് ചെയ്യുന്നു. ക്വാണ്ടിറ്റി ഏതാണ്, ME ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ പ്രഷറൈസ് ചെയ്യുന്നത്. ഈ പ്രഷറൈസ് ചെയ്ത സാധനം നമ്മൾ നേരെ എടുത്ത് ഫ്ലാഷ് ചേമ്പർ 1-ലേക്ക് കൊടുക്കുകയാണ്. സോ ഫോർ ഗെറ്റിംഗ് ദ ഇന്റർകൂളിംഗ്, ഇവിടെയാണ് ഇന്റർകൂളിംഗ് നടക്കുന്നത്. കാര്യം ഓൾറെഡി ഇത് സൂപ്പർ ഹീറ്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ 5 സൂപ്പർ ഹീറ്റ് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആ വേപ്പറിനെ നേരെ എടുത്ത് നമ്മൾ ഫ്ലാഷ് ചേമ്പറിലേക്ക് കൊടുക്കും. ഫ്ലാഷ് ചേമ്പറിൽ കൊടുക്കുമ്പോഴത്തേ എന്ത് ചെയ്യും, അവിടെ ഹീറ്റ് എക്സ്ചേഞ്ചിങ് നടന്ന് ഇതിന്റെ മുകളിൽ എന്തുണ്ടാവും, ഫ്ലാഷ് ഫോം ചെയ്യും. ഇതിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ M1 ക്വാണ്ടിറ്റി ഇവിടെ നേരെ വന്ന് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് തണുത്ത ലിക്വിഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ തണുത്ത ലിക്വിഡിനകത്തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേപ്പറിനെ പാസ് ചെയ്ത് വിടുന്നത്. പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നിട്ട് അതിനകത്ത് വേപ്പർ ഫോം ചെയ്യും.
അപ്പൊ ആ വേപ്പർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് 5 നിന്ന് നേരെ 6ലേക്ക് അങ്ങ് പാസ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ വാട്ടർ ഇന്റർകൂളിങ്ങിന് പകരം ഫ്ലാഷ് ഇന്റർകൂളിംഗ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, 6 എത്തി. 6 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് പക്കയായിട്ട് പറയാൻ പറ്റും അതെന്തായിരിക്കും? ഒരു സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷനിലാണെന്നുള്ളത്. അത് നേരെ എവിടെ വരുന്നു? 6 പറയുമ്പോഴത്തേക്ക് പിന്നെ എന്തായി? ഈ വരുന്ന M1 ക്വാണ്ടിറ്റിയും ഇവിടുന്ന് വന്ന ME ക്വാണ്ടിറ്റിയും കൂടെ ചേർന്നിട്ടായിരിക്കും 6ൽ ഫോം ചെയ്ത ദാറ്റ് ഈസ് ME പ്ലസ് M1 എന്ന് പറയുന്ന വേപ്പർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. കണ്ടീഷൻ സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും. അതിന് നേരെ എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നത് കംപ്രസർ 2ൽ എടുത്തിരിക്കുന്നു. ഈ കംപ്രസർ 2ൽ വന്നു കഴിഞ്ഞാൽ ആ കംപ്രസർ 2 എന്ത് ചെയ്യും? ആ ME പ്ലസ് M1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെ കംപ്രസ് ചെയ്ത് വീണ്ടും സൂപ്പർ ഹീറ്റഡ് ആക്കി മാറും. എന്ന് പറയുന്നത് 7 എന്ന് പറയുന്ന പോയിന്റിൽ സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. ഓക്കെ, 7 എന്ന് പറയുന്ന പോയിന്റ് സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. ആ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ME പ്ലസ് M1 ക്വാണ്ടിറ്റി വീണ്ടും വരുന്നത് ഫ്ലാഷ് ചേമ്പർ 2ലേക്കാണ്. ഫ്ലാഷ് ഇൻറ്റു കൂളിംഗ് 2ലാണ്, ചേമ്പറിനകത്താണ് വരുന്നത്. അത് നേരെ ആ വേപ്പർ എടുത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ എടുത്ത് നേരെ ഇവിടെ കൊടുക്കും. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ M2 ക്വാണ്ടിറ്റി എടുത്ത് എന്താക്കി വെച്ചിരിക്കുകയാണ്? എക്സ്പാൻഡ് ചെയ്യിച്ചിട്ട് ലിക്വിഡ് ആക്കി വെച്ചിട്ടുണ്ട്. ആ ലിക്വിഡിനകത്തോട്ട് ഈ വേപ്പർ വന്ന് കയറുമ്പോഴത്തെ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നിട്ട് ഫ്ലാഷ് ഫോം ചെയ്യും, അല്ലെങ്കിൽ വേപ്പർ ഫോം ചെയ്യും. ആ വേപ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും. 8 എന്ന് പറയുന്ന പോയിന്റിലെത്തും. അത് നേരെ എടുത്ത് കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഏതിൻ്റെ അടുത്ത് നമ്മൾ ഫസ്റ്റ് മെയിൻ ലാസ്റ്റ് കംപ്രസറിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി എന്തായി മാറി? ME പ്ലസ് M1 പ്ലസ് M2 ആയി മാറി. അതാണ് നമ്മളിവിടെ ചെയ്തു വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അലൻ? മനസ്സിലായോ? അലൻ ബി? സർ മനസ്സിലായി സർ. ഓക്കെ. വിനേഷ് കുമാർ മനസ്സിലായോ? സാർ മനസ്സിലായി. ഓക്കെ. ജിതിൻ, ഡൊമിനിക്? യെസ് സാർ മനസ്സിലായി. സിദ്ധാർത്ഥ്? Yes, sir. മനസ്സിലായി. റോഷൻ മനസ്സിലായോ? സാർ മനസ്സിലായി. ഓക്കെ. അനന്ത്, സുനിൽ മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? സാർ ഓക്കെ. അഭിനവ് മനസ്സിലായോ? യെസ് സാർ. വേറെ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പോർഷനകത്ത്? ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഈ സെഷൻ ഇന്നിപ്പോൾ ഇവിടെ നിർത്തുകയാണേ. ഓക്കെ.